ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി കർത്താവ് സൂര്യനെ ഉദിപ്പിക്കും, നിനക്ക് വേണ്ടി കർത്താവ് മഴമേഘങ്ങളെ അയക്കും, നിനക്ക് വേണ്ടി കർത്താവ് ഇളങ്കാറ്റ് വീശും. ഹല്ലേലൂയാ. നിനക്ക് വേണ്ടി കർത്താവ് മഴമേഘങ്ങളെ അയക്കും. ഹല്ലേലൂയാ. നിനക്ക് വേണ്ടി കർത്താവ് മഞ്ഞ് പെയ്യിക്കും. ഹല്ലേലൂയാ. അതിന്റെ പദ്ധതിയാ മക്കളെ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ചതിപറ ഹല്ലേലൂയാ, അച്ചതിപറ ഹല്ലേലൂയാ, അച്ചതിപറ ഹല്ലേലൂയാ, അച്ചതിപറ ഹല്ലേലൂയാ. മക്കൾ ഇരിക്കുന്നവരിരുന്നോളൂ, ഇരിക്കാനുള്ളവരിരുന്നോളൂ. കുർബാന സ്വീകരിക്കാനുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ കർത്താവിന്റെ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ദൈവം എന്തുമാത്രം നമ്മളെ പരിപാലിക്കുന്ന ഒരു ധ്യാനം നമുക്ക് പ്രധാനപ്പെട്ടതാണ് മക്കളെ. അത്ഭുതകരമായിട്ടല്ലേ ദൈവം നടത്തുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഹല്ലേലൂയാ, ചതിപറ ഹല്ലേലൂയാ, ചതിപറ ഹല്ലേലൂയാ. നമ്മളെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പ്രോജക്റ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്, ദൈവത്തിൻ്റെ ഒരു പരിഗണനയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ദൈവത്തോടൊരു തുറവിയാണ്, ഓപ്പൺനെസ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ ഒരു തുറവിയാണ് മതി മകളെ. നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട വെച്ചേ, നീ വാശി പിടിക്കുക ഒന്നും വേണ്ട, ഒന്നിനും വേണ്ടി ബലം പിടി, നീ ഒന്നിനു വേണ്ടി യുദ്ധം ചെയ്യുക പോലും വേണ്ട. ഹല്ലേലൂയാ. നിന്റെ ദൈവം നിനക്ക് നടത്തിത്തരും എന്നുള്ള ഉറപ്പ്. നീ നിന്റെ ആത്മാവിനോട്, നിന്റെ ശരീരത്തോട് നീ മല്ലടിച്ചു. വെളിയിലുള്ള ഒന്നിനോട് നീ നീ നിന്റെ ശരീരത്തോട് വേണമെങ്കിൽ മല്ലടിച്ചു. നിന്റെ ശരീരത്തിന്റെ പ്രവണതകളെ അടിച്ചമർത്താൻ നീ ശ്രമിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മാവിനെ നിയന്ത്രിക്കും, ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി നീ മല്ലടിച്ചു. വേറെ ഒരു യുദ്ധത്തിന് നീ പോകണ്ട, വിജയം നിന്റേതാണ്. കാരണം വിജയം തരുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയാ. ഒരു ധൈര്യം വേണം മക്കളെ ജീവിതത്തിൽ. ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഉള്ള ധൈര്യം വേണം. ചില മക്കളുണ്ട് തളർന്നിരിക്കുവാന്നൊക്കെ വരുമ്പോൾ ധൈര്യം എഴുന്നേറ്റ് നടന്നാൽ വീഴു വെച്ചാ. ചേട്ടൻ നടന്ന് വീണൊന്നുമില്ല, പക്ഷെ നടന്നാൽ ഞാൻ വീഴും. ദൈവവേദം നീ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. നമ്മുടെയൊക്കെ വിചാരം നീ തകർന്നു നിനക്ക് ഗുണം വരത്തില്ല. കാരണം ലോകമാണ് നമ്മളെ നയിച്ചുകൊണ്ട്, ശരീരമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായി പോകുന്ന മനുഷ്യരെ കണ്ടില്ലേ, അവർ ജഡത്തിൻ്റെ മനുഷ്യരാണ്, അവർ ലോകത്തിൻ്റെ മനുഷ്യരാണ്, അവർ ശരീരത്തിൻ്റെ മനുഷ്യരാണ്. കാരണം ശരീരം പറയുന്നല്ല കേട്ടു നടക്കുന്നവരുള്ളൂ തിന്മയുടെ ആധിപത്യത്തിലേക്ക്. ഹല്ലേലൂയാ. ആത്മാവിൽ ജീവിക്കുന്നവർ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കും. ഹല്ലേലൂയാ. ആത്മാവിൽ ജീവിക്കുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ കർത്താവ് പറഞ്ഞല്ലോ, ആകാശം ഭൂമിയും തമ്മിലുള്ള അകലമാണ്. നമ്മുടെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും ഇത് ദൈവമക്കൾ ഓർത്തിരിക്കണം. യെശയ്യായിലെ കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നുവോ അതുപോലെ. നമുക്കൊക്കെ തകർന്ന ചിന്തകളാണ് മക്കളെ, തകർന്ന ചിന്തകളാണ് നമുക്കുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ചിന്ത സ്വർഗ്ഗം പോലെ ഉന്നതമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലുതകരമുയർത്തി ഹല്ലേലൂയാ. ദൈവങ്ങളെ ഗ്രഹിക്കണം. നമ്മൾ തകർച്ച, നീ നശിച്ചു പോകത്തേ ഉള്ളൂ. നിന്റെ ബിസിനസ് തകർന്നു, നിന്റെ മക്കൾ തകർന്നു, നിന്റെ കുടുംബം തകർന്നു. ആരെയും തകർച്ച? ക്രിസ്തു പറയുന്ന ഉയർപ്പിനെ പറ്റിയാണ് മക്കളെ. പീഡകളേൽക്കും, കുരിശിലേറും, മരിക്കും, അടക്കപ്പെടും, പക്ഷെ മൂന്നാം ദിവസം ഉയർക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ ഉത്ഥാനത്തിന്റെ സുവിശേഷത്തെ മക്കൾ വിശ്വസിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉത്ഥാനത്തിന്റെ സുവിശേഷം ഉണ്ടോ മക്കളെ? ഏതവസ്ഥയിൽ നീ കഴുകനെ പോലെ ചിറകടിച്ച് വരാൻ പോവുക. അവിടെയൊക്കെ വിചാരം നമ്മൾ ചിറക് വെട്ടിയ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ കർത്താവ് 2 ചിറക് വെട്ടിയാൽ നിനക്ക് 4 ചിറക് നിന്റെ ദൈവം വെച്ച് തരുമെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയാ വാജേ, ഹല്ലേലൂയാ. നീ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, ഞാൻ ദൈവത്തിൽ ബലപ്പെടും, ഞാൻ ദൈവത്തിൽ പറന്നുയരും, ഞാൻ ദൈവത്തിൽ കുതിക്കും. ഹല്ലേലൂയാ.
നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. ബി സ്റ്റേഷൻഡ് ഇൻ ഗോഡ്. പാർക്ക് ചെയ്യുന്ന എവിടെയാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൽ പാർക്ക് ചെയ്യും. വണ്ടി കൊണ്ട് എടുത്തില്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്താൽ പിന്നെ സമാധാനമില്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്താണ്, നിങ്ങളുടെ കാർ പോർച്ചിലാണ് വണ്ടി ഇട്ടാൽ നിങ്ങൾക്ക് മേടിക്കാനില്ല. അല്ലെങ്കിൽ പാർക്കിങ് ഇപ്പം വന്നോ, ഇന്നിപ്പം വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വണ്ടി അവിടെ കിടക്കുമോ, അവിടെ കൊണ്ട് വല്ല വണ്ടി ഇടിപ്പിക്കോ. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പാർക്ക് ചെയ്യുന്നത് നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിലല്ല. ഇഫ് യു ആർ പാർക്കിംഗ് യുവർ സെൽഫ് ഇൻ എ പ്ലേസ് വെയർ ഗോഡ് വാണ്ട്സ് യു ടു പാർക്ക്, ദൈവം നീ പാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് നിന്റെ ജീവിതത്തെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. നമ്മളെ ബുദ്ധിയുടെ പ്രവർത്തനം ഒന്നുമല്ല മക്കളെ, ലോകത്തിൻ്റെ പ്രവർത്തനം. അതിനൊക്കെ ബിയോണ്ടാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു കൊച്ചു രാവിലെ വിമലഗിരി സാക്ഷ്യം പറയുന്നത് കേട്ടു. അവളുടെ ജീവിതത്തിലെ തകർച്ചകളെയൊക്കെ അവളിങ്ങനെ ഒരു 20 വയസ്സുള്ള പെൺകുട്ടിയാന്ന് നോക്കണേ. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി ജീവിതത്തെ മുഴുവൻ അവൾ പറഞ്ഞു തുടങ്ങി എങ്ങനെയാ പുഞ്ചിരിക്കാൻ കഴിയുന്ന ദൈവദാനമാണ്. അതുകൊണ്ട് നമ്മൾ ചിരിക്കാതിരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുക എല്ലാവരും കൂടെ വന്ന്. അവളിത് പുഞ്ചിരിക്കാൻ പറ്റുന്ന ദൈവദാനമാണ്. നല്ല സന്തോഷം. എന്നിട്ട് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രശ്നങ്ങളൊക്കെ കടന്നു പോകും, പക്ഷെ കർത്താവ് നിത്യമായിട്ട് നിലനിൽക്കും. പ്രശ്നങ്ങൾ വരും പോകും, പക്ഷെ കർത്താവ് എന്നും എന്നും മാറ്റമില്ലാത്തവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രോബ്ലംസ് ഈസ് ടെമ്പററി മക്കളെ. എല്ലാ പ്രശ്നങ്ങളും താൽക്കാലിക. കേൾക്കുന്നുണ്ടോ പറയുന്നേ? നിന്റെ എല്ലാ പ്രശ്നങ്ങളും താൽക്കാലിക. They are all temporary. But God is everlasting. Hallelujah. ഇഷ്ടപ്പെട്ട പെങ്കൊച്ചി പറയും 20 വയസ്സുള്ള പെണ്ണ. അവൾ ദൈവത്തിലേക്ക് തുറന്നു കഴിയുമ്പോൾ, ജീവിതത്തെ മുഴുവൻ ദൈവത്തിന്റെ വിസ്മയമായി കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും ആക്സിഡന്റൽ അല്ല മക്കളെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആക്സിഡന്റൽ അല്ല. ഈ മാസം അവസാനം ഒരാഴ്ചത്തിന് US പോവുക. 2 ദിവസം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസം കൊണ്ട് ഡാളസിലല്ലേ, എവിടെയാ ആണെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു, കൺവെൻഷൻ വിളിച്ചിരിക്കുക. ഞാൻ അമേരിക്ക പോയോ, എൻ്റെ ഏജന്റിനെ പറഞ്ഞു വിട്ടോ അങ്ങോട്ട്. ഞങ്ങൾ ദൈവം കൃത്യം നിന്റെ പ്രോഗ്രാമുകൾ കാത്തി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നില്ല ആ 2 ദിവസമുള്ളൂ ഇനി ഫ്രീ. ആ 2 ദിവസം എൻഗേജ്ഡ് ആയിപ്പോയി. നമുക്കെന്ത് ഈ നമുക്ക് ഈ ഒരു തുറവിയില്ലാത്തത്. God is planning for you. ചേട്ടന്മാരോടെ പറഞ്ഞുകൊണ്ടിരിക്കണത്, നിനക്ക് വേണ്ടി ദൈവം പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയാ. 2 ഫൈനൽ ഡേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ദൈവം ഒരുക്കും, അത് വിശ്വസിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളിലേക്ക്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കിത് ഗ്രഹിക്കണം. ജീവിതത്തിൽ ദൈവം ചെയ്തു തരാൻ പോകുന്ന കാര്യങ്ങൾ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നോക്കിയേ, ഡാളസിലാ, ഹ്യൂസ്റ്റൺ. ഞാൻ എവിടെയാന്ന് നോക്കുക, ഹ്യൂസ്റ്റണിൽ. വാസ്തവം പറഞ്ഞാൽ അവിടുന്ന് 1 മാസം മുമ്പ് ഒരു ഫാമിലി അച്ഛൻ അമേരിക്ക വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്ന് പറഞ്ഞേ, കൊണ്ടങ്ങാര. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. നമ്മൾ നോക്ക്, ദൈവത്തിൻ്റെ പദ്ധതി പോകുന്ന പോക്ക് കണ്ടോ. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കാരണം യാത്ര മടുപ്പാണ്. അവിടെ നിന്നൊരു കൺവെൻഷൻ, ശുശ്രൂഷയുണ്ട്, അച്ഛൻ പോകും. ശുശ്രൂഷയിൽ ഞാൻ ഒരിടത്തും പോകാറില്ല, ടൂറ് പോകാറില്ല ഇപ്പം ജീവിതത്തിൽ. ടൂറില്ലിപ്പം ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാനും ദൈവവചനം പറയാനാണ് ഞാൻ എവിടെ വേണമെങ്കിലും വരാം. ഏത് ഹിമാലയത്തിന് മുകളിലും വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ രചം വിളിച്ചിട്ട് വെച്ചോ അവിടെ ചെല്ലാവോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്, ചൊവ്വാഴ്ച അമേരിക്കൻസിന് വേണ്ടിയാണ് ശുശ്രൂഷ. മക്കളെ ആരൊരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ അച്ഛനും പറയായിരുന്നു, വിളിച്ചിട്ട് ചോദിക്കുക 29-ാം തീയതി ചൊവ്വാഴ്ച
അച്ഛൻ ഫ്രീ ആണോ? ഞങ്ങളെ വിസ്മയം കൊണ്ട് അച്ഛൻ ഇവിടെ ഈ ആൾക്കാരിൽ ഇപ്പം വന്ന് നിൽക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു തമ്പുരാൻ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളോട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഓർത്തു. നിന്റെ നാളെയെ കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട് പൈതലെ. പ്രൊവൈഡ് യു ആർ സിൻസിയർ ടു ഗോഡ്. ദൈവത്തോട് ആത്മാർത്ഥത നിനക്കുണ്ടെങ്കിൽ, ദൈവിക ശുശ്രൂഷകളോട് ദൈവിക കാര്യങ്ങളോട് നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം പ്രവർത്തിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛതി പറ ഹല്ലേലൂയ, അച്ഛതി പറ ഹല്ലേലൂയ, അച്ഛതി പറ ഹല്ലേലൂയ. അങ്ങനെ ആ കൊച്ചെന്തോ ഒരു എന്താ പറയുക, ഹാർട്ട് പ്രോബ്ലം ഉള്ള അപ്പൻ്റെയോ ആരുടെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു. പറയാ നൊവേനയിലേക്ക് പ്രാർത്ഥിക്കുക. ബുദ്ധിബോധമുള്ള പിള്ളേരെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ദൈവങ്ങളെ സകണ്ട ദൈവങ്ങളെ ഒരാത്മീയ ദൈവത്തിന് നീ നിന്നെ കീഴ്വഴങ്ങണം. നിന്റെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടവും ചേർന്ന് പോകത്തില്ല, അത് ഓർത്തോണം. നിന്റെ ഇഷ്ടം നീ നിറവേറ്റുമ്പോൾ, നിന്റെ സുഖത്തിൻ്റെ പിന്നാലെ നീ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടം വേണ്ടെന്ന്, എന്റെ ആഗ്രഹങ്ങൾ വേണ്ടെന്ന്, എന്റെ താല്പര്യങ്ങൾ വേണ്ടെന്ന്, നിനക്കെന്ത് വേണമോ അതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോ നിനക്ക് നിരാശ ഉണ്ടാവില്ല പൈതലേ. പിന്നെ നിനക്ക് പിന്നെ ദുഃഖങ്ങളില്ല. നിനക്ക് പിന്നെ ദുഃഖങ്ങളില്ല, നിനക്ക് നിന്റെ പ്രയാസങ്ങളില്ല. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു സുഖമല്ലേ ദൈവം! എന്തൊരു സുഖമാണ് മക്കളെ, ദൈവം എന്തൊരു സുഖമാണ്, ദൈവം എന്തൊരു സമാധാനമാണ്, ദൈവം എന്തൊരു ആനന്ദമാണ്. ഈ സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ സമാധാനം കിട്ടാൻ വേണ്ടി എവിടെയാണോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ ആനന്ദം കിട്ടാൻ വേണ്ടി എവിടെയൊക്കെയാണോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ദൈവമാ മക്കളെ സുഖം, ദൈവമാണ് സുഖം. ഇന്നലെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നത്. 28 യാക്കോബിന്റെ കഥയാ പറയുന്നത്. യാക്കോബ് അവസാനം പറയുന്നൊരു പറച്ചിലുണ്ട് കേട്ടോ. ബൈബിൾ കേട്ടപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കണം. സഭയോട് ചേർന്ന് ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിക്കാം. ഇന്ന് 32-ാം അധ്യായം വായിക്കുന്നത്. നിങ്ങൾ മനോഹരമായൊരു കാഴ്ച ഉണ്ടായി. അപ്പനെയും ചതിച്ച് സഹോദരി എല്ലാം ചതിച്ച് അവൻ അവസാനം പറയുകയാണ്, കർത്താവേ എന്നെ പട്ടിണിക്കിടല്ല, ഒരു നേരത്തെ ചാപ്പാട് എനിക്ക് തന്നാൽ മതി. കർത്താവേ എനിക്ക് ഉടുക്കാൻ എന്നാ പറയുന്നത്, ഒരു മുഴം വസ്ത്രം മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് സമാധാനവും മതി. വേറെ ഒന്നും കൊണ്ട് ഗുണമില്ല മക്കളെ. കട്ടിലേക്ക് കയറി കിടക്കുമ്പോഴേ ഇപ്പം വയറ്റിൽ കൂടെ ട്യൂബ് ഇട്ട് കൊടുത്തേക്ക്. എന്തിന് മക്കളെ? ഒരു ക്വാളിറ്റി ലൈഫ് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം മക്കളെ. ആശുപത്രികൾക്ക് പണം കൊടുക്കാനുള്ള ഒരു വകുപ്പായിട്ട് നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കില്ല. വെറുതെ ആശുപത്രിയിലോട്ട് ഓടിക്കൊള്ളുക. മരിച്ചുപോയ ദൈവത്തിന്റെ കൈകളിലേക്ക് ഇടാകുട്ടാ നീ മരിച്ചു പോകുന്നത്. എനിക്ക് ജീവിത ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുക. അത്ര ഭയപ്പെടാനൊന്നുമില്ല, അത്രയ്ക്കൊന്നും ഇല്ല മക്കളെ. ഭൂമിയിൽ ഇരിക്കുന്നത്രയും കാലം പാപം കൂടിക്കൊണ്ട്, ഇത്രയേ ഉള്ളൂ ഗുണം. ഭൂമിയിലായിരിക്കുന്നത്രയും കാലം നിന്റെ പാപത്തിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാ വർദ്ധിപ്പിക്കണം നോക്കിയാൽ മതി. ഹല്ലേലൂയ, കർത്താവേ കൂടുതൽ പാപം ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തേര് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം നല്ല സന്തോഷത്തോടെ കാണണം മക്കളെ. ജീവിതം നല്ല തീക്ഷണതയോടെ കാണണം, നല്ല തീവ്രതയോടെ കാണണം. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ ജീവിതമെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമായി എൻ്റെ മരണവും മാറും. ജീവിതം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ എൻ്റെ മരണവും ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമായിട്ട് മാറും. ഇങ്ങനെ നരകിച്ച് കിടക്കുകയല്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങളെ? വർഷങ്ങളിങ്ങനെ കിടന്ന കിടപ്പ, പിടിവിട്ടിട്ടില്ല. ഇനി എന്നാ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? ഇനി എന്നാ കാണാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? വിട്ടുകൊടുക്കണം മക്കളെ. ഹല്ലേലൂയ, നിന്റെ ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.
ചിറകടിച്ച് സ്വർഗത്തിലേക്ക് ഉയരണം മക്കളെ. ഹല്ലേലൂയ. മരിക്കാനൊന്നും അല്ല, എന്തായാലും ജീവനാലും മരണമാലും ഇത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. 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 അല്ല, കർത്താവിന്റെ വിസ്മയങ്ങളുണ്ട്, നമുക്ക് മനുഷ്യൻ ചിന്തിക്കാൻ പറ്റില്ല. ഒന്ന് വിട്ടുകൊടുത്ത് നമുക്ക് എന്തോരം വിട്ടുകൊടുത്തിട്ടുണ്ട്. വെറുതെ ചിന്തിച്ചേ, നീ ദൈവത്തിന് എന്തോരം വിട്ടുകൊടുത്തു. എത്ര പെർസെൻറ്റേജ്? 10% നിന്റെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? 20%? വേണ്ട, 50% എത്ര പേരുണ്ട്? ഞാനില്ല കേട്ടോ, ഞാൻ 50-ന് താഴെയാണ്. 40% വിട്ടുകൊടുത്തിട്ടുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? 30% വിട്ടുകൊടുത്ത എത്ര പേര് ഇരിപ്പുണ്ട് ഇവിടെ? 20% ദൈവത്തിന് ജീവിതത്തെ വിട്ടുകൊടുത്തത് എത്ര ഉണ്ട്? നമ്മൾ കുറച്ച് ആരും ചെയ്തിട്ട് ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറയില്ല. ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള എത്ര കാര്യം. ഞാൻ നല്ലൊരു അച്ഛനാണ്, മര്യാദയ്ക്ക് കുർബാനയെല്ലാം പ്രസംഗിക്കും, ശുശ്രൂഷക. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നീ നിറവേറ്റുന്നു ചുമ്മാ പറഞ്ഞേക്കല്ലോ കേട്ടോ, തെറ്റിദ്ധാരണയാ. അതൊക്കെ തെറ്റിദ്ധാരണയാ. ക്രിസ്തു എന്നോട് ആവശ്യപ്പെട്ട പൗരോഹിത്യം ഞാൻ എത്ര ശതമാനം ജീവിക്കുന്നുണ്ട്? എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിട്ടുണ്ട്? എൻ്റെ ഇഷ്ടവും എൻ്റെ സൗകര്യങ്ങളും എൻ്റെ സ്വകാര്യതയും അല്ല മക്കളെ. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. വൈ മിറക്കിൾസ് ഡു നോട്ട് ഹാപ്പൻ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതിൻ്റെ കാരണം എന്താ? എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല. ആ 5 അപ്പം എടുത്ത് കർത്താവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോഴാണ് 5000-കൾക്കുള്ള അത്ഭുതമായിട്ട് മാറിയത്. ദൈവത്തിന്റെ കയ്യിൽ വെച്ചോടോ, ഫ്രീ ആയിട്ട് കർത്താവിനെ പിടിച്ചോ. പൗരോഹിത്യവും സന്യാസവും കഥ. ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ. നമ്മളിന്ന് കർത്താവിനെ എങ്ങനെ വഹിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിൽ നിന്ന് ഏതാണ്ടൊക്കെ വാങ്ങിച്ചെടുക്കാം, ഒന്നുമില്ല അങ്ങോട്ട് കൊടുക്കാൻ നോക്ക്. അനുഗ്രഹം എന്ന് പറയുന്നത് നീ വാങ്ങിച്ചെടുക്കുന്ന അല്ലട കുട്ട, നീ ദൈവത്തിന് എന്തുമാത്രം നിനക്ക് സമർപ്പിക്കാൻ പറ്റും, അതാണ് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞുതരാം. മക്കളെ, കർത്താവ് എന്ത് ക്ലിയർ ആണെന്നറിയോ? നമുക്കൊന്ന് വിട്ടുകൊടുത്ത് നോക്കാം മക്കളെ, ഒന്ന് വിട്ടുകൊടുക്കാം. ഇന്ന് രാവിലെ വെളുപ്പിന് ഉണർന്നു, പരിശുദ്ധാത്മാ. ഞാനൊരു മടിയനൊക്കെ തന്നെയാണ്, രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ കർത്താവ് ദിസ് ഈസ് സേക്ക്. ഞാൻ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിച്ചോ, ദിസ് ഈസ് ദ ഹോളി അവർ മാൻ, ദിസ് ഈസ് എ സേക്രഡ് അവർ. 3 മണി സമയത്ത് അവർ കർത്താവ് വെളിപ്പെടുത്തി, ഇത് കൃപയുടെ മണിക്കൂറാണ്, ഇത് വിശുദ്ധിയാണ്. നമ്മൾ കിടന്ന് ഉറങ്ങുക. 8 മണി വന്നാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. നീ ഉണർന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തിൽ വെച്ച് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മാനസിക രോഗങ്ങൾ സുഖപ്പെടുന്ന പറയുന്ന ആ സമയത്ത് എന്താ സൈക്കാട്രിക്. നമ്മൾ ഈ സൈക്കാട്രിക് പ്രശ്നമുള്ളവരെന്ത് ചെയ്യും? ഈ ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക 8 മണി 9 മണി വരെ. ഈ അസുഖം ഒരിക്കലും സുഖപ്പെടില്ല അങ്ങനെയുള്ളവരുടെ. ദൈവങ്ങളെ, പ്രഭാത മണിക്കൂർ നിന്റെ രോഗശാന്തിയുടെ മണിക്കൂർ. അറിയോ നിങ്ങൾക്കത്? ദാറ്റ് ഇസ് എ ഹീലിംഗ് അവർ. ആ സമയത്ത് നീ കണ്ണു അടച്ച് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങിയാൽ എവിടുന്ന് ഹീലിംഗ് കിട്ടും എന്നാ പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളുപ്പിന് ഉണരണം മക്കളെ. 3 മണി വേണ്ട, 4 മണിക്ക് ഉണരണം. ദാറ്റ്സ് എ ഹീലിംഗ് അവർ, ദാറ്റ്സ് എൻ എനർജൈസിംഗ് അവർ, ദാറ്റ്സ് ഇല്യൂമിനിങ് അവർ. നീ പ്രകാശിക്കുന്ന മണിക്കൂറാ, നിന്റെ ശരീരം സുഖപ്പെടുന്ന മണിക്കൂറാ, നിന്റെ ആത്മാവ് ഉണരുന്ന മണിക്കൂറാ, നീ കൃപയിലേക്ക് പ്രവേശിക്കുന്ന മണിക്കൂറാ. ഈ തണുപ്പും മഴയുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടു നോക്കാം, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനതുകൊണ്ട് നിങ്ങളോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ കുർബാനയിലേക്ക് ഞാനും ഒക്കെ താമസം കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്വഭാവക്കാരനാണ്. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് ചെവിക്ക് പിടിച്ചേക്കുക. കർത്താവ് ചെവിക്ക് രാവിലെ ചെയ്യാനുണ്ടോ ഇല്ലയോ അത് വിഷയമല്ല. നമുക്ക് ഈ കഴിഞ്ഞ സ്ഥലം കണ്ടു, ലിയോ പാപ്പ വിശ്രമത്തിന് പോയി കാസൽ ഗണ്ടോൾഫിൽ പോയിരിക്കുക. നിങ്ങളെന്നെ മനസ്സിലാക്കിയേ, ഇന്നുവരെ ജോലി ചെയ്തതിൻ്റെ ഇരട്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ് പാപ്പ പോയേക്കുന്നത്. നമ്മളൊരു അവധിക്ക് പോയാൽ നമ്മൾ കിടന്ന് ഉറങ്ങി ഒരു 9 മണിയാകുമ്പോൾ 10 മണിയാകുമ്പോൾ എന്തെങ്കിലും തിന്നു കുടിച്ചു അങ്ങോട്ട് പോയി. ഇതല്ല പാപ്പായുടെ വെക്കേഷൻ. അവർ പറയുന്നതാണ് നല്ലൊരു ഡോക്യുമെൻ്റ് വരാൻ പോകും ഇനി ഉടനെ, ഒരു വലിയൊരു പ്രബോധനം എഴുതി വരാൻ പോകും. ഒരു പാപ്പായുടെ ആദ്യത്തെ എൻസിക്ലിക്കൽ അധികം താമസിയാതെ വരാൻ പോവുക.
അടുത്ത മാസങ്ങളിൽ അത് വരുമെന്നാണ് പറയുന്നത്. പിതാവായിട്ട് അടുത്തുള്ളവരുടെ ഇതാ. വെളുപ്പാങ്കാലത്തുണർന്ന് ദൈവസന്നിധിയിൽ മുട്ടും കുത്തി കയ്യും പിരിച്ചേക്കുന്ന പാപ്പ. ഇന്നൊക്കെ ചിലപ്പോൾ നമുക്കറിയാം എന്ത് ഹെക്റ്റിക്കാ ജോലിയല്ലേ. രാവിലെ നമ്മൾ കണ്ടില്ല, ഇങ്ങനെ കിടന്ന് ഒരു പാവം പിടിച്ച മെത്രാനച്ചനായിരുന്നു. മക്കളെ, ഈസ് ദാറ്റ് ദ മീനിങ് ഓഫ് വെക്കേഷൻ? നമ്മുടെ ജീവിതത്തിൽ അവധിക്കാലമെന്നും വിശ്രമം എന്നൊക്കെ പറയും. നമ്മൾ അതിന് അങ്ങനെയാണോ വില കൊടുത്തേക്കുന്നത്? ഇഷ്ടംപോലെ കിടന്നുറങ്ങി ഇഷ്ടംപോലെ കഴിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന നമ്മൾ വിരോ എല്ലാം ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യുന്ന സമയമാണ് വിശ്രമകാലമെന്ന് നമുക്ക്. വെക്കേഷൻ ഈസ് ദ ടൈം വെയർ ഐ ആം ഫുൾഫില്ലിംഗ് ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതം ഞാൻ നിറവേറ്റുന്ന കാലമാണ് എൻ്റെ വെക്കേഷൻ കാലമെന്ന് ഞാനും ഓർത്തു. ഫ്രാൻസിസ് വാപ്പ കഴിഞ്ഞ 12 വർഷക്കാലം വിശ്രമിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ക്യാസിലേക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലേക്കിൻ്റെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരമായത്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരിതാണ്. പക്ഷെ ഇപ്പം ഒരു പുതിയൊരാൾ പോയി വിശ്രമം എന്നാ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഈ മനുഷ്യൻ എവിടം വരെയൊക്കെ കയറിപ്പോന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഈ പാപ്പ സഞ്ചരിച്ച ദൂരങ്ങളുണ്ട് മക്കളെ. മനുഷ്യ മനസ്സുകളിലൂടെ ജീവിതങ്ങൾ കൊച്ചു കുഞ്ഞ് വെച്ച് നീട്ടുന്ന ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാതെ കഴിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്തുമാത്രം ധൈര്യം ഉണ്ടെന്ന് നോക്കണം. കൊടുത്തത് വിഷമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. വിഷമാണ് ചത്തു, അത്രേ ഉള്ളൂ. ജീവിതത്തെ ഫിയർലെസ് ആയിട്ട് കാണണം മക്കളെ. ഭയപ്പാടില്ലാത്ത ജീവിതത്തെയും ജീവിതത്തിന്റെ അവസ്ഥകളെ കാണാനുള്ള കരുത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. നിങ്ങൾ കരുത്തരുന്നവരാ. അതുകൊണ്ട് നമ്മൾ കരുത്തുള്ള അത് പരിശുദ്ധാത്മാവതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നല്ല ബലമുള്ള അപ്പനും അമ്മയായിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് മടിയാ, നിങ്ങൾ മൊബൈൽ ഫോണും എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുന്നത്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, നിങ്ങൾ വെളുപ്പം ഉച്ചവരെ കിടന്ന് ഉറങ്ങുന്നവർ, നിങ്ങളുടെ മക്കൾ പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ലോകത്തിന്റെ അപ്പനായിട്ട് ഇതാ ലിയോ പാപ്പ മാറിയപ്പോ ജീവിതം മാറുക. അച്ഛൻ വെല്ലുവിളിച്ചാ പറയണത്, വെല്ലുവിളിച്ചാ നിങ്ങളുടെ കുടുംബങ്ങൾ മാറും. അപ്പനും അമ്മയും മാറുമ്പോ മക്കളും മാറും മാറും മാറും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളെ. കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല. പുരോഹിതൻ മാറുമ്പം സഭ മാറും മക്കളെ. പുരോഹിതർക്ക് മാറ്റമുണ്ടാകുമ്പോൾ സഭയ്ക്ക് മാറ്റം വരും. സന്യസ്തർക്ക് ഇപ്പം ദൈവവിളിയില്ല മഠങ്ങളിൽ. പെങ്കൊച്ചുങ്ങൾക്ക് മഠത്തിൽ ചെല്ലാൻ ഒട്ടും താല്പര്യം. പിന്നെ ആമ്പിള്ളാർക്ക് ഇഷ്ടമുണ്ട് ഇപ്പോഴും അച്ഛനാകാൻ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റും, കുർബാന ചെല്ലാൻ പറ്റും. അതുകൊണ്ടാക്കി പയ്യന്മാർ പിള്ളേർ ഒരുപാട് പേര് സെമിനാറിലൊക്കെ ചേരുന്നുണ്ട്. മഠത്തിൽ ചേരാൻ പിള്ളേരല്ലേ, ഇറ്റ്സ് നോട്ട് അട്രാക്റ്റീവ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആകർഷണീയതയില്ലെന്നേ. എയ്ഡ്സ് രോഗിയെ കോരിപ്പിടിച്ച് നടക്കുന്നതിനകത്തൊരു ആകർഷണീയതയില്ലെന്നേ. പാപങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ആകർഷണീയതയില്ല. വീട് വിട്ടിറങ്ങുന്നതിൽ ഒരു അട്രാക്റ്റീവായിട്ടൊന്നുമില്ല. നമ്മൾ കാലത്തെ വരുത്തി വെച്ച് എന്താണെന്നറിയോ, സഭയൊന്നും പൂട്ടുകയല്ല മക്കളെ. പൗരോഹിത്യം ഇല്ലാതാക്കുക, സന്യാസം ഇല്ലാതാക്കാൻ സഭ ഇത് പിശാചിൻ്റെ പദ്ധതിയാണ്. വീട്ടിൽ 1-2 പിള്ളേരാകപ്പാടെയുള്ള ഒന്നിനും വിലയില്ല. എല്ലാവരും വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് അപ്പനും അമ്മയും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല ഇപ്പം. ഒരു പുതിയ പുറപ്പാടിന് കർത്താവ് നമ്മളെ വിളിക്കുക. ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതം മാറും കൊച്ചേ. ഇന്ന് വരെ നീ ഓടിയത് വെറുതെയാണെന്ന് നിനക്ക് മനസ്സിലാവും. ഇന്ന് വരെ നീ ഓടിയത് വെറുതെയാണെന്ന് നിനക്ക് മനസ്സിലാവും. ഒച്ചതി പറ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. ഒരു ജീവിതത്തിന് പുതിയ എനർജി കിട്ടാൻ പോവാ മക്കളെ. കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചേട്ടാ അച്ഛന്മാരെ കണ്ട ബഹുമാൻ എഴുന്നേക്കാൻ പറഞ്ഞു. ചേട്ടൻ എഴുന്നേറ്റു. പറഞ്ഞ മനസ്സിലായില്ലല്ലേ? എന്നാ മനസ്സിലായി? ശ്രദ്ധിക്കുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? തളർന്നു പോയെന്ന് പറഞ്ഞ് വീൽ ചെയറിൽ വന്ന ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. അപ്പം ചേട്ടൻ എഴുന്നേക്കാൻ പറഞ്ഞു. ചേട്ടൻ എഴുന്നേറ്റു. ചേട്ടത്തെ ആടി കൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ചേട്ടത്ത് കയ്യെന്ന് വിടാൻ പറഞ്ഞു. ഇല്ലച്ചാ കൈ വിട്ടാൽ താഴെ പോകും. ഒരു 5 മിനിറ്റെങ്കിലും എൻ്റെ മുമ്പിൽ വന്ന് കൈയെ പിടിക്കാൻ നിന്നിട്ട് പോയി. ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെയാ മക്കളെ. ലോകം താങ്ങിയില്ല, തീർന്നു പോകും എന്നുള്ള വിചാരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം.
സ്വർഗം കൂട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിന് അഭിഷേകമുണ്ടെങ്കിൽ ഒന്നിനും എന്നെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ധൈര്യമുണ്ട് മക്കളെ. സ്വർഗം എന്റെ പക്ഷത്തെങ്കിൽ, ദൈവം എന്റെ പക്ഷത്തെങ്കിൽ, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ, if God is on my part, who can stand against me? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഹല്ലേലൂയ. ഒരു ബോധ്യത്തിൽ ഇത് നമുക്ക് നർച്ചർ ചെയ്യണം, ഇതിങ്ങനെ പറയണം. നമ്മൾ വീണ്ടും ഇവിടെ പറഞ്ഞ് 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 നമ്മൾ ഈ ഒരു അനുഭവത്തിലേക്ക് വരും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ പറയണം, മക്കളോട് പറയണം, കുടുംബത്തിൽ ദൈവത്തിന്റെ വചനം പറയണം. അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കല്ല. ഇന്ന് നിങ്ങൾ വചനം കേട്ടിച്ച് പോയി തിരിച്ചല്ലോ, മക്കളെ വിളിക്കണം, വിദേശത്തുള്ള മക്കളെ വിളിക്കണം, മോനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞത്? അഡിക്ഷനായി പോയിന്നിപ്പം. അന്തോണിസ് പണിയാളുടെ ശുശ്രൂഷകൾ ഇപ്പോൾ ഒരു അഡിക്ഷനായി പോയി. കിടക്കാൻ നേരത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച്, ടോക്ക് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശുശ്രൂഷ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നത്. നമ്മൾ ആകെയും അഡിക്റ്റഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് ഒരു അഡിക്ഷൻ നിനക്കുണ്ടോ? ആരോടാണോ ഇതൊക്കെ ചുമ്മാ ഒച്ചതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. You be addicted മക്കളെ. ജീവിതത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ. നിനക്ക് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ഇടമുണ്ടാകണം പൈതലെ. ജീവിതത്തിൽ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ഇടം വേണം. ബൈബിൾ എഴുതാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച അത്ഭുതപ്പെട്ടു പോയി. എന്തോരം മക്കളെ എഴുതിക്കൊണ്ട് വന്നെന്നറിയാമോ? ഞാൻ പറഞ്ഞത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചോളുക. വെളിപാടിൻ്റെ പുസ്തകം എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ യോഹന്നാൻ്റെ ലേഖനങ്ങൾ എഴുതി. നമ്മളൊരു സെക്ഷൻ അങ്ങ് എഴുതി പോവുക. ഈ വർഷം തീരുമ്പോൾ നമ്മൾ ബൈബിൾ എഴുതി കഴിയും. ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞുതരാം. ദൈവമാകും മക്കളെ. ഈ 2025 ജൂബിലി വർഷം നമ്മൾ തമ്പുരാന് കൊടുക്കുന്ന സമ്മാനമായി നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു കയ്യെഴുത്ത് പ്രതി, ബൈബിളിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഈ 2025 നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ബൈബിളിന്റെ അഭിഷേകങ്ങളും വാഗ്ദാനങ്ങളും നിന്റെ ജീവിതത്തിൽ പൂർത്തിയാകാൻ പോവുക. വചനത്തിലേക്ക് വരും. നമുക്ക് അല്പം ഒന്ന് വചനം കേൾക്കണ്ടേ? ലൂക്കാസ് വിശേഷമാണ് 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ തുടങ്ങുക. അവൻ പറഞ്ഞു, ഈശോ പറയുക, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 sons. ഒരു വീട്ടിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ വീട്ടിലെ അമ്മയുടെ കഥയൊന്നും അവിടെ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. 2 മക്കളുടെ കഥ പറയുക. ഒരു വീട്ടിൽ 2 മക്കൾ. വെറുതെ ഒന്ന് ചിന്തിച്ചേ, 2 മക്കൾ വീടുകളിലുള്ളവർ. ചേട്ടനും അമ്മയും അനിയനും തമ്മിൽ നല്ല ടെൻഷനുണ്ട്, വാശിയുണ്ട്, മത്സരമുണ്ട്. കായേനും ആബേലും ഒക്കെ ഓർത്തോണം കേട്ടോ. ബൈബിളിലെ കഥ പറയുമ്പോൾ ചുമ്മാ ഒരു പൊട്ടക്കഥ പറയാമെന്ന് വിചാരിക്കില്ല. ആദ്യത്തെ വീട്ടിൽ 2 മക്കളുടെ കഥ തുടങ്ങിയപ്പോൾ 2 മക്കൾ, ആബേലും കായേലും. കായേനും ആബേലും അല്ലേ, മൂത്തവൻ കെയിൻ. 2 മക്കളുള്ള വീടുകൾ. 2 മക്കളുള്ള വീട് പ്രശ്നങ്ങളുടെ വീടാ മക്കളെ. മിക്കവാറും അതെ, മത്സരം ഉണ്ടാവും. അല്ല, സിബ്ലിങ് റൈവൽറി എന്നൊക്കെ പറഞ്ഞ് സൈക്കോളജി പറയാറുണ്ട്. സിബ്ലിങ്സ് റൈവൽറി. ചേട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നൊരു കുട്ടിയെ. ഈ കൊച്ച് സൈക്കിക്കായിപ്പോയി, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ വന്നിരുന്നത്. ഇളയ കൊച്ച് ജനിച്ചപ്പോൾ അപ്പനും അമ്മയും ഇളയ കൊച്ചിനെ എടുത്തുകൊണ്ട് നടപ്പാ. മൂത്തയാളങ്ങ് വയലൻ്റ് ആകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങളെ വെറുതെ ചിന്തിച്ച, നിന്റെ സഹോദരങ്ങളോട് നിനക്ക് അത്രമേൽ സ്നേഹമുണ്ടോ? നിനക്കുള്ളതിൻ്റെ പകുതി അല്ലെങ്കിൽ നിനക്കുള്ളത് നിന്റെ സഹോദരനുമായിട്ട് പങ്കുവെക്കാൻ നിനക്ക് ഒരുക്കമുണ്ടോ? ഞങ്ങളെ ഒരു ബന്ധം, ഒരു ചോരയാന്ന് ഇത്. ഞങ്ങൾ 7 മക്കൾ, 2 പേര് സ്വർഗ്ഗത്തിൽ പോയി. ഒരു ചോരയാ, ഒരു മാംസമാ, ഒരു സ്നേഹമാ, ഒരു സ്പിരിറ്റാ. ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹമായത്. ഹല്ലേലൂയ. നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ ഒരു പുതിയ അർത്ഥം കൊടുക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുക. ആരെ എഴുതി തള്ളിയേക്കല്ലേ? ഇവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ആ കുടുംബം. നിന്റെ ചേട്ടനോ അനിയനോ നിന്റെ ചിന്തയിലില്ലെങ്കിൽ നിന്റെ കുടുംബം തകർന്ന കുടുംബമാ. എ ബ്രോക്കൺ ഫാമിലി അല്ലേ? പലരും വെളിയിലാ മക്കളെ. ഇന്ന് കുടുംബത്തിന്റെ സർക്കിളിൽ നിന്ന് പണമില്ലാത്തവര്, കുടുംബത്തിലൊരു ദുരന്ത സംഭവം, അവരൊക്കെ കുടുംബത്തിന് പുറത്തായിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗിയായവൻ, വിധവയായവള് ഔട്ട് ഓഫ് ദ ഫാമിലിയാ മക്കളെ. കാരണം ചെലവുണ്ട് കേട്ടോ. ഇങ്ങനത്തുള്ള കുടുംബങ്ങളെയൊക്കെ ചേർത്ത് വിളിച്ച ചെലവുണ്ട്.
നമ്മൾ ഈ പ്രമാദത്തിൽ നിന്റെ കുടുംബം എവിടെ നിൽക്കുന്നതെന്ന് ധ്യാനിച്ച മക്കളെ. ഈശോ. കർത്താവ് കുടുംബത്തിൽ നിന്റെ അപ്പൻ എവിടെയാ, നിന്റെ അമ്മ എവിടെയാ, നീയുമായുള്ള ബന്ധത്തിന്റെ കാര്യമാണ് പറയണത്. Where is your dad? Where is your mom? Hallelujah. Hallelujah. And where is your husband? ഈശോ പിന്നെ ചോദിക്കും, ലൂക്കാസ് നിന്റെ സഹോദരൻ എവിടെ, നിന്റെ അയൽക്കാരൻ എവിടെ എന്നൊക്കെ ചോദിച്ചു. നിന്റെ സഹോദരൻ പഴയ നിയമത്തിലല്ലേ, ആ കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ where is your brother? Hallelujah. Hallelujah. നമ്മളെ ആത്മീയതയുടെ ഒരു അടിസ്ഥാനം ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ കുടുംബ ബന്ധങ്ങളെ ധ്യാനിച്ച മക്കള് നല്ല ഐശ്വര്യമുള്ള കുടുംബ ബന്ധമാണെങ്കിൽ ദൈവം ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേട്ടന്റെയോ ചേച്ചിയുടെയോ ആങ്ങളയുടെയോ പെങ്ങളുടെയോ ഒക്കെ പേര് വെട്ടിക്കളഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിലുണ്ടല്ലോ, നിന്റെ പേര് സ്വർഗ്ഗത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്റെ കുടുംബാംഗങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമില്ല. തിരിച്ചു കിട്ടണമെങ്കിൽ നീ വെട്ടിക്കളഞ്ഞ പേരുകൾ നിന്റെ ഹൃദയത്തിൽ എഴുതി ചേർത്താൽ നിനക്ക് ആ ബന്ധങ്ങൾ നിനക്ക് സ്വർഗവുമായുള്ള ബന്ധം തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. സഹോദരനെ നിങ്ങൾ തിരിച്ചു പിടിക്കണം മക്കളെ. ജൂബിലി വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടേണ്ട കാലമാണ് ജൂബിലി വർഷം എന്നൊക്കെ പറയാറില്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കുടുംബത്തിന് കഥയാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, വഴക്കാരംഭിക്കുക, പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക, എൻ്റെ ഓഹരി എനിക്ക് ചെയ്താ. ദൈവങ്ങളെ നമ്മൾ പഴയ നിയമ ബാക്ക്ഗ്രൗണ്ടിൽ, യഹൂദ ബാക്ക്ഗ്രൗണ്ടിലാണ് അപ്പം മരിച്ചാലാണ് മക്കൾക്ക് സ്വത്ത് കിട്ടേണ്ടത്. നമുക്ക് ചുമ്മാ കഥപുസ്തകം പോലെ നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവും അല്ലേ, അറിയാവുന്നോ വായിച്ചാലേ മുമ്പോട്ട് പോകത്തില്ല. എൻ്റെ ജീവൻ്റെ പകുതി എനിക്ക് ഒരു താന്തോന്നി പയ്യനല്ലേ ഇവൻ. മിക്കവാറും ഇളയ പിള്ളേരെയൊക്കെ കൊഞ്ചിച്ചും ലാളിച്ചും ആ കൊച്ചുങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കും മാതാപിതാക്കന്മാർ. ഇതൊരു പക്ഷേ അമ്മയില്ലാത്ത വീടാണ്. അപ്പൻ്റെ നെഞ്ചിൽ കിടന്ന് വഷളായിട്ടുള്ളൊരു കൊച്ചനായിരിക്കും ഇവൻ. ലോകത്തൊരു മകനും ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു. അപ്പാ പിതാവിനോട് പറഞ്ഞു, പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അടുത്ത വാക്യം ഇതാണ്, അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഒരു പാവം അപ്പൻ, ഞാൻ മരിച്ചു, മകൻ്റെ മനസ്സിൽ എന്ന് അപ്പം മരിക്കുന്നുവോ അന്ന് അപ്പൻ്റെ സ്വത്ത് മകന് വേണ്ടി വിധിക്കപ്പെടുക. ഈ മനുഷ്യനിങ്ങനെ വല്ലാണ്ട് ആടി നിൽക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്യം കൂടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവനെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടായെന്നിരിക്കട്ടെ. മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം, ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ്, ഇവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല, ഇവൻ ഭോജനപ്രിയനാണ്, ഇവൻ മദ്യപാനിയാണ്. അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ബൈബിളാ വായിച്ച് കേൾപ്പിക്കണേ. ഇത് പിള്ളേരെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് അറിയാം. തോന്നിയാസിയായ ഒരു മകനുണ്ട്, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ചേട്ടന്മാര് കേട്ടില്ലല്ലേ, ചേച്ചിമാര് കേട്ടില്ലേ പറഞ്ഞല്ലേ, ബൈബിളാ പറഞ്ഞേക്കുന്നത്. ദുർവാശിക്കാരനായൊരു മകനുണ്ടെങ്കിൽ അവനെ നഗര കവാടത്തേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കണം. ദൈവങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്ന സഭാ കോടതിയുടെ കാര്യമൊക്കെ പറയണേ. ഒരു കാലത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചോണേ. അപ്പനെ കൊല്ലാൻ നോക്കിയ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുമ്പിന് അപ്പൻ്റെ തലയടിച്ച് പൊട്ടിച്ച കൗമാരപ്രായക്കാരൻ ബൈബിളിൽ എഴുതിയേക്കുന്നുണ്ടോ മക്കളെ? ഇതറിയാവുന്ന ഒരു അപ്പനാ. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകണില്ല. നോക്കിക്കേ ബൈബിൾ എത്ര സ്ട്രിക്റ്റാണെന്ന് നോക്കിക്കേ. മാതാപിതാക്കളെ മക്കളെങ്ങനെ ബഹുമാനിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം അങ്ങോട്ട് പോകാൻ സമയമില്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവൻ, അമ്മയെ ശപിക്കുന്നവൻ്റെ കണ്ണ് കുത്തി കാക്ക കുത്തി പറിക്കട്ടെ എന്നൊക്കെ പറയണേ. കണ്ണ് കുത്തി പറിക്കട്ടെ. അമ്മയ്ക്ക് അപമാനം വരുത്തുന്നവൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കും. ബൈബിളിൽ എഴുതിയേക്കുന്നതാ.
നമ്മൾ എത്ര ശ്രേഷ്ഠമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമെന്ന്, എത്ര അമൂല്യമാണ് വിശുദ്ധമാണ് മാതാപിതാക്കൾ. നമുക്ക് അങ്ങനെ ഇട്ട് തട്ടാനുള്ളതല്ല നമ്മുടെ അപ്പനും അമ്മയും. അപ്പനെയും അമ്മയും നിങ്ങൾ വഴിയാധാരമാക്കല്ല. ഇവിടെ ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് വന്ന് വെച്ചാൽ മക്കളെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. അവൻ ചതിയൻ മകൻ. അവൻ എന്തോ പറഞ്ഞു, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത് എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തലയിൽ ഇപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത്? ഇറക്കി വിട്ടു. എന്നാ പറയാൻ പാടില്ലാത്ത ഞാൻ പറഞ്ഞു, നീ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയും ബോധവും ബുദ്ധിയുണ്ട്. നിങ്ങളുടെ വിൽപത്രത്തിന് വാലിഡിറ്റി ഇല്ല. ഞാൻ വിൽപത്രം മാറ്റി എഴുതാൻ പോവുക. ഇപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കിയിരിക്കുക. അവങ്ങളെ എനിക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിരിപ്പുണ്ട്. അമ്മയ്ക്ക് ക്യാൻസറാ. അപ്പനെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പാവങ്ങളെ പിടിച്ച് വെളിയിലാക്കിയിരിക്കുക. ദൈവങ്ങളെ നിയമം വഴിയല്ല മക്കളെ, ആത്മീയത വഴി, ആത്മാവിന്റെ സ്നേഹം വഴി മാതാപിതാക്കളെ നമുക്ക് തിരിച്ചു കിട്ടണം. വിശുദ്ധമാണ് കുടുംബജീവിതം മക്കളെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, മക്കള് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം. നീ ഇന്നലെ സാഹായത്, ഇന്നലെ നീ സായിപ്പായത്, അപ്പൻ്റെ അമ്മയുടെയൊക്കെ കൈ കിടന്ന് വാവിട്ട് നിലവിളിച്ച സമയം നിനക്കുണ്ടായിരുന്നടാ കൊച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തൊന്നും വീണൊന്നുമല്ല. ഒരമ്മ 9 മാസം ചുമന്ന് പെറ്റതാ നിന്നെ. നമ്മളെ കുടുംബ ബന്ധങ്ങളെ തിരിച്ചു കർത്താവ് പറയാ. ലൂക്കാസ് സുവിശേഷം 15 സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത് ഇതിനെ. ഗാസ്പൽ ഓഫ് ദ ഗാസ്പൽസ് എന്നാണ് പറയുന്നത്. നമുക്ക് അഞ്ചാരം തിരിക്കാൻ തുടർന്ന് പോവുക. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് ബാക്കി അടുത്ത ശുശ്രൂഷയിൽ. എൻ്റെ സ്വത്തിൽ, ഞാൻ പറഞ്ഞു സ്വത്ത് എന്ന് പറഞ്ഞ ഊസിയ എന്ന ഗ്രീക്ക് വാക്ക്. ഊസിയ എന്ന് പറഞ്ഞ ജീവൻ എന്നൊക്കെ അർത്ഥം. എസൻസ്, എക്സിസ്റ്റൻസ്, എസൻഷ്യൽ ജീവൻ. അപ്പൻ്റെ ജീവൻ ഇനി അപ്പൻ ജീവിച്ചിരിക്കണം. അപ്പനും വയസ്സും പോയി ചത്തു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത് എഴുതിയ കാലത്ത് ഒരു പക്ഷേ ഇത്രയും പ്രസക്തി കാണുകയില്ല. ഇന്ന് അപ്പനും അമ്മയൊക്കെ ചാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരാ മക്കളെ? ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല, നിങ്ങൾക്കറിയാം. എൻ്റെ അടുത്ത് വന്നൊരു ദിവസം ഒരു പയ്യൻ കൈപ്പശ കൊണ്ട് അപ്പം മരിച്ചുപോയി. ഹലോ എന്ന് വെച്ചാൽ അവൻ അപ്പനെ കൊന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ അവന് ഭ്രാന്തിൻ്റെ ഭ്രാന്ത് വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ. എന്താണെന്നും പറയാനില്ല, വിഷയത്തിലേക്ക് പോകണില്ല. ഈ കാലഘട്ടമാണ് മക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ വിശേഷം. ഇപ്പം നിന്റെ ജീവൻ്റെ പകുതി എനിക്കതാ. നോക്കിയേ, അപ്പനെന്ത് ചെയ്തു? അത് വീതിച്ചു കൊടുത്തു. മക്കളെ വല്ലാണ്ട് നമ്മൾ തളരും. ചില അപ്പന്മാർ മക്കളെ തോപ്പിക്കുന്ന അങ്ങനെയാ, സ്നേഹിച്ച്. ചില അമ്മമാർ മക്കളെ തോപ്പിക്കുന്ന അങ്ങനെ സ്നേഹിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ സ്നേഹത്തിന്റെ മത്സരമായിരിക്കണം കുടുംബജീവിതം. സ്നേഹത്തിന്റെ മത്സരമായിരിക്കണം മക്കളെ. സ്നേഹത്തിന്റെ വാശിയായിരിക്കണം കുടുംബജീവിതം. ആര് സ്നേഹത്തിൽ മത്സരിച്ച് സ്നേഹിക്കുന്നുവോ, ആര് വാശി പിടിച്ച് സ്നേഹിക്കുന്നുവോ, അവർ സ്വർഗത്തിന്റെ ഭാഗമായി മാറുക. മത്സരിച്ച് സ്നേഹിക്കണം മക്കളെ, മത്സരിച്ച് സ്നേഹിക്കണം. ജീവിതമൊക്കെ അങ്ങനെ കൊടുക്കുക. അന്നേരം എല്ലാം എടുത്തു കൊടുത്തിട്ടൊക്കെ നിൽക്കുന്നതാ. ആരെയും ചതിക്കത്തില്ല, അന്നേരം വഞ്ചിക്കത്തില്ല. ആരുടെ കയ്യിലിരിക്കുന്ന നമ്മൾ ആഗ്രഹിക്കത്തില്ല. എന്റെ ജീവിതം ഊറ്റിക്കൊടുക്കുന്നതാണ് എന്റെ ജീവിതം, എന്റെ ജീവിതത്തിലെ സാഫല്യമായി തീരുന്നത്. വെട്ടിപ്പിടിക്കുന്നതല്ല, എനിക്കുള്ളത് മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ സാഫല്യം. നോക്കി, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. ഗിവ് മീ. എല്ലാം എനിക്ക് വേണം. എനിക്ക് വേണ്ടെന്ന് വെക്ക്. വേണ്ട, നിനക്ക് ഞാൻ തരാം. ദൈവമക്കളെ, ലോകത്തിന്റെ സ്പിരിറ്റ് നിന്നെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തകർച്ചയിലേക്കും നിന്നെ കൊണ്ടുപോകും. സ്വർഗത്തിന്റെ അരുവ് ഇതാ നിങ്ങൾക്ക് വേണ്ടി വിഭജിതമാകുന്ന എന്റെ ശരീരം. ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി
ശേഖരിക്കാത്ത മനുഷ്യൻ, ഒന്നും തനിക്കായി ശേഖരിക്കാത്ത മനുഷ്യൻ, അവൻ സ്വർഗ്ഗത്തെ സ്വന്തമാക്കിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ശേഖരിക്കുന്നവനാ. കൂട്ടിക്കൂട്ടി വെക്കുക, കൂട്ടിക്കൂട്ടി വെക്കുക. ഹല്ലേലൂയ. 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 അവളെ കുർബാനയായി മാറാൻ, മുറിക്കപ്പെട്ട് വീതം വെച്ചൊക്കെ കൊടുക്കാൻ അവൻ ഏറെ താമസിയാതെ, വിതൗട്ട് മച്ച് ഡിലേ. ദൈവമകളെ, ജീവിതത്തിൽ ഹൃദയത്തിൽ ദൈവവും സ്നേഹവും ഒക്കെ കെട്ടു തുടങ്ങുമ്പോൾ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. യാത്ര എവിടുന്ന? സ്വർഗത്തിൽ നിന്ന്. എവേ ഫ്രം ഹെവൻ. ഗ്രീക്ക് ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഈ പ്രപ്പോസ് ടു, ഫ്രം, ടുവേർഡ്സ് ഈ വാക്കുകൾക്ക് വല്ലാത്ത അർത്ഥമാണ്. ഡിറക്ഷനൊക്കെ ദൂരേക്ക്. അപ്പന്റെ കഴുത്തിന് പിടിക്കുന്നവൻ ദൂരേക്ക്, ചതിക്കുന്നവൻ ദൂരേക്ക്, കൊലപാതകി ദൂരേക്ക്, വ്യഭിചാരി ദൂരേക്ക്, ദൂരേക്ക്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൂരേക്ക്, സ്വന്തം അപ്പനെ ചതിക്കുന്നവൻ ദൂരേക്ക്. യാക്കോബിന്റെ ജീവിതമായി നോക്കുക, സംഭവിക്കാം മക്കളെ. ഒരു ദൈവ പൈതൽ ജീവിതം വെളിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെയൊക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. നിന്റെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ആടാ കുട്ടാ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ജീവിതത്തിന് വെളിയിൽ സംഭവിക്കുന്നതിന് നിന്നെ തൊടാൻ പറ്റില്ല. വെളിയിൽ സംഭവിക്കുന്നതിനെ കണ്ട് ഭയപ്പെടുന്നവരാ നമ്മള്. വെളിയിൽ സംഭവിക്കുന്ന നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. നിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതിന്, നിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കുർബാനയ്ക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റും. നിന്റെ ഉള്ളിൽ നോക്കിയേ, ഇന്നലത്തെ വായന, യാക്കോബ് ആൾത്താരെ തലയും വെച്ച് കിടക്കുക. യാക്കോബ് ചതിച്ച് വഞ്ചിച്ചൊക്കെ ഇങ്ങനെ വരിക. നോക്കിയേ, യാക്കോബ് ഇങ്ങനെ ആൾത്താരിന്റെ കർത്താവിനെ കുരിശാ മക്കളെ. ഏതെങ്കിലും പൊട്ടന്മാര് കല്ലെടുത്ത് തലേ വെക്കുവോ മക്കളെ? കല്ലെടുത്ത് തലേണയാക്കി വെച്ചുകൊണ്ട് കിടക്കുക. ജീവിതം മാറിയവരാ മക്കളെ. ഒരു അൽമായ സഹോദരൻ, ഒരു അൽമായ ശുശ്രൂഷകനെ എനിക്കറിയാം. ആൾ കിടന്നുറങ്ങുന്ന മെറ്റലിൻ്റെ മുകളിലാണ്. ക്യാൻ യു ഇമാജിൻ? തൻ്റെ കട്ടിലിനടിയിൽ മെറ്റൽ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കൈലിമുണ്ട് വിരിച്ചിട്ടിരിക്കുക. കിടക്കാൻ നേരം ആ കൈലിമുണ്ട് മാറ്റിയിട്ട് കല്ലിൻ്റെ മുകളിലോട്ട് കിടക്കും ഈ മനുഷ്യൻ. ക്ഷീണം ഉണ്ടെങ്കിലേ കിടക്കത്തുള്ളെന്ന് മാത്രം. നമ്മൾ ഉറങ്ങാൻ കിടക്കാറുണ്ടല്ലേ, അദ്ദേഹം ക്ഷീണമുള്ളപ്പോൾ കിടക്കും. ക്ഷീണമുള്ളപ്പോൾ അദ്ദേഹം ആ കല്ലിൻ്റെ മുകളിൽ കിടക്കും. ബാക്കി സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവങ്ങളെ നോക്കി, ചില മനുഷ്യരൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരു അൽമായ സഹോദര കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുക മക്കളെ. ഇത് അയാൾ പറഞ്ഞതൊന്നുമല്ല. ഒരിക്കലൊരു സഹോദരൻ, അയാൾ ആ ദേശത്ത് ചെന്നു. അന്ന് അവിടെ താമസിക്കേണ്ടി വന്നു. ചെറിയൊരു വീടാണ്. അപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഇയാൾ രാത്രി മുഴുവൻ മറ്റേ സഹോദരൻ കുറച്ച് കഴിയുമ്പോൾ കയറി കിടന്നു. ഈ സഹോദരൻ പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ട കാഴ്ചയായത്. അന്ന് ലോകം അറിഞ്ഞു ഇയാൾ മെറ്റലിലാണ് കിടന്നുറങ്ങുന്നതെന്ന്. ഹല്ലേലൂയ. അവളെ ജീവിതത്തിനൊക്കെ വല്ലാത്ത അർത്ഥമുണ്ട്. ഇറ്റ് ഈസ് ഗോൾഡൻ മക്കളെ. സ്വർണ്ണമാ, സുവർണമാ ജീവിതമൊക്കെ. ഹല്ലേലൂയ. ആരാത്മാവിൽ ജീവിക്കുന്നു അവരുടെ ജീവിതത്തിന് വല്ലാത്ത ബലം കിട്ടുക മക്കളെ. ദൈവമക്കളെ എഴുന്നേറ്റ് ഇരുകരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയേ, ഒച്ചത്തെ വിളിക്കുക ഈശോയേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഈശോയേ, കരഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയേ. കുടുംബങ്ങളെ സമർപ്പിച്ച മക്കള്, നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ സമർപ്പിച്ചോ. കുടുംബത്തിലെ തകർച്ചകള്, ബന്ധങ്ങളിലെ തകർച്ചകള്, കുടുംബ തകർച്ചകള്, ഡൈവോഴ്സിനൊക്കെ വക്കീലത്ത് നിൽക്കുന്നവര്, കുടുംബജീവിതങ്ങൾ തകർന്നവര്, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള്, മാതാപിതാക്കൾ അകന്നുപോയവര്, സഹോദരനെ കലഹിക്കുന്നവര്, കേസ് കൊടുത്തിരിക്കുന്നവര്, സ്നേഹിക്കാതിരിക്കുന്നവര്, സംസാരിക്കുന്ന വർഷങ്ങളായവര്, കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ച
വിളിച്ചാലുപേക്ഷിക്കാതെ